ക്യാമ്പസുകളിലും യുവാക്കൾക്കിടയിലും ഓളം തീർത്ത മലയാളത്തിലെ എക്കാലത്തെ മികച്ച ചിത്രങ്ങളിൽ ഒന്നായിരുന്നു അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത് 2015 പുറത്തിറങ്ങിയ പ്രേമം. മലയാളത്തിൽ പുതിയ ട്രെൻഡ് സെറ്ററായി എത്തിയ ചിത്രം ഇപ്പോഴിതാ 10 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ബിഗ് സ്ക്രീനുകളിലേക്ക് എത്തുകയാണ്. വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ റിലീസായാണ് ചിത്രം കാണികളിലേക്ക് എത്തുന്നത്. അന്ന് പുറത്തിറങ്ങിയ ഈ ചിത്രം വൻ വിജയമായി മാറുകയും നടൻ നിവിൻ പോളിയുടെ താരപദവിക്ക് തുടക്കം കുറിക്കുകയും ചെയ്തിരുന്നു. ബിഗ് സ്ക്രീനിൽ പ്രണയം ആഘോഷിക്കൂ, വീണ്ടും പ്രണയത്തിലാകൂ എന്ന വരികളോടെയാണ് റിലീസ് ആരാധകരെ അറിയിച്ചിരിക്കുന്നത്. അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത ചിത്രം ജീവിതത്തിന്റെയും പ്രണയത്തിന്റെയും വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ പോകുന്ന ജോർജ് ഡേവിഡ് എന്ന യുവാവിന്റെ കഥയാണ് പറഞ്ഞത്. നിവിൻ പോളി അവതരിപ്പിച്ച ജോർജ് എന്ന കഥാപാത്രത്തിന്റെ കൗമാരം മുതലുള്ള 3 കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവങ്ങളായിരുന്നു സിനിമയിൽ അവതരിപ്പിച്ചത്. സ്കൂൾ കാലഘട്ടത്തിലെ കൗതുകമുണർത്തുന്ന പ്രണയവും യൗവനത്തിലെ ലഹരി ഉണർത്തുന്ന പ്രണയവും ഒടുവിൽ തിരിച്ചറിവുകളുടെ പക്വതയാർന്ന പ്രണയവുമാണ് ചിത്രം പറഞ്ഞു വെച്ചത്. ചിത്രത്തിലെ ഓരോ ഗാനങ്ങളും കഥാപാത്രങ്ങളും കോസ്റ്റ്യൂമും വരെ ഇന്നും ആളുകളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നവയാണ്. മലരെ നിന്നെ കാണാതിരുന്നാൽ, ആലുവ പുഴയുടെ തീരത്ത്, കലിപ്പ്, കാലം കിട്ടുപോയി, പതിവായി ഞാൻ, സീൻ കോൺട്രാ തുടങ്ങിയ ചിത്രത്തിലെ എല്ലാ ഗാനങ്ങളും ഇന്നും പ്രേക്ഷകർക്ക് പ്രിയമുള്ളവയാണ്. ഇതിൽ മലരെ നിന്നെ കാണാതിരുന്നാൽ ഒരു പടി മുന്നിൽ തന്നെയായിരുന്നു എന്ന് വേണം പറയാൻ. തമിഴ് ചൊവ്വയുള്ള മലയാളം സംസാരിക്കുന്ന മലർമിസ് യുവാക്കളുടെ മനസ്സിൽ അന്നേ തന്നെ ഇടം പിടിച്ചിരുന്നു. നിവിൻ പോളിക്കൊപ്പം പുതുമുഖങ്ങളായി എത്തിയ സായ് പല്ലവി, അനുപമ പരമേശ്വരൻ, മഡോണ സെബാസ്റ്റ്യൻ എന്നിവരാണ് ചിത്രത്തിൽ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. അൽത്താഫ, ഷറഫുദ്ദീൻ, ശബരീഷ്, കൃഷ്ണപ്രസാദ്, സിജു വിൽസൺ തുടങ്ങിയവർക്കൊപ്പം രഞ്ജി പണിക്കർ, വിനയ് ഫോർട്ട്, സൗബിൻ ഷാഹിർ, മണിയൻപിള്ള രാജു തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. മലയാളത്തിലേക്ക് ഒരു പിടി നല്ല താരങ്ങളെയും അണിയറ പ്രവർത്തകരെയും സംഭാവന ചെയ്ത ചിത്രം കൂടിയായിരുന്നു ഇത്. ജോർജ, മലർ, സെലിൻ, മേരി എന്നിവരെ വീണ്ടും ബിഗ് സ്ക്രീനിൽ കാണാൻ ആരാധകരും കാത്തിരിക്കുകയാണ്. സായ് പല്ലവി, അനുപമ പരമേശ്വരൻ, മഡോണ സെബാസ്റ്റ്യൻ എന്നിവരുടെ കരിയറിലെ തന്നെ വലിയ ബ്രേക്കായിരുന്നു ഈ ഒരു ചിത്രം. 3 കാലഘട്ടങ്ങളുടെ കഥ പറഞ്ഞ ചിത്രം മലയാളത്തിന് പുറമെ അന്യഭാഷകളിലും സൂപ്പർ ഹിറ്റായി മാറുകയും ചെയ്തിരുന്നു. മലയാളത്തിന് പുറമെ ചിത്രം തമിഴ്നാട്ടിലും വൻ വിജയമാണ് നേടിയത്. തമിഴ്നാട്ടിൽ 200 ദിവസത്തോളമാണ് പ്രേമം പ്രദർശിപ്പിച്ചത്. PVR ഐനോക്സ് തിയേറ്റർ ശൃംഖല വഴിയാണ് ചിത്രത്തിന്റെ ലിമിറ്റഡ് റിലീസ് ഒരുക്കിയിരിക്കുന്നത്. കേരളം ഉൾപ്പെടെ 4 തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളിലെ 14 സെന്ററുകളിലാണ് ഫെബ്രുവരി 13 മുതൽ ചിത്രം എത്തുക. കേരളത്തിൽ കൊച്ചി, തിരുവനന്തപുരം എന്നിവിടങ്ങളിലും, തമിഴ്നാട്ടിൽ ചെന്നൈ, കോയമ്പത്തൂർ, കർണാടകത്തിൽ ബംഗളൂരു, മംഗളൂരു, തെലങ്കാനയിൽ ഹൈദരാബാദ് എന്നിവിടങ്ങളിലും ചിത്രം റിലീസ് ചെയ്യും. എല്ലാ വാലന്റൈൻസ് ദിനത്തിലും ചിത്രം റിലീസ് ചെയ്യുന്ന പതിവ് ചെന്നൈയിലുണ്ട്. ഇത്തവണയും ആ പതിവ് തെറ്റിക്കുന്നില്ല. ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ അൻവർ റഷീദ് എന്റർടൈൻമെന്റ്സ് തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു കാലഘട്ടത്തിലെ യുവാക്കളുടെ ഹരമായിരുന്ന ജോർജും മലർമിസും സെലിനും എല്ലാം ഈ പ്രണയ ദിനത്തിൽ ബിഗ് സ്ക്രീനിൽ തിരികെ എത്തുന്നതിന്റെ ആകാംക്ഷയിലാണ് ആരാധകർ.